നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അപ്രായോഗികമായ 50 അടി ടണൽ വാദം വീണ്ടും സജീവമാക്കാൻ നീക്കം. ഇരു സംസ്ഥാനങ്ങൾക്കും ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ആശയമാണ് വിവാദങ്ങൾ സൃഷ്ടിച്ച മുല്ലപ്പെരിയാർ സമരസമിതിയിലെ ചില ഭാരവാഹികൾ ഉയർത്തുന്നത്. സഹായ ഉപകരണങ്ങൾ ഭിന്നശേഷിക്കാരുടെ കാര്യശേഷിയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസ്ഥലങ്ങളിലേക്കും പൊതുതോടുകളിലേക്കും അനധികൃതമായി മലിനജലം ഒഴുക്കിവിടുന്ന പൈപ്പുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള കർശന നടപടികൾ കുമളി ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചു. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. നെടുങ്കണ്ടം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അപ്രായോഗികമായ 50 അടി ടണൽ വാദം വീണ്ടും സജീവമാക്കാൻ നീക്കം. ഇരു സംസ്ഥാനങ്ങൾക്കും ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ആശയമാണ് വിവാദങ്ങൾ സൃഷ്ടിച്ച മുല്ലപ്പെരിയാർ സമരസമിതിയിലെ ചില ഭാരവാഹികൾ ഉയർത്തുന്നത്. നവമാധ്യമങ്ങളിൽ അനാവശ്യ ചർച്ച ഉയർത്തി പ്രശ്നമുണ്ടാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചാൽ കേരളം സുരക്ഷിതമാകുമെന്ന വാദത്തിലും കഴമ്പില്ല. ഏക പരിഹാരം പുതിയ അണക്കെട്ട് നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഒരുക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ തമിഴ്നാട് ഒരുക്കമല്ലെന്ന പ്രഖ്യാപനവും ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും പ്രതിരോധിക്കാൻ യോജ്യമായ മാർഗം 50 അടിയിൽ പുതിയ ടണൽ നിർമ്മാണമാണെന്നുമാണ് മുല്ലപ്പെരിയാർ സമരസമിതിയിലെ ചില ഭാരവാഹികളുടെ വാദം. നവമാധ്യമങ്ങളിൽ അനാവശ്യ ചർച്ച ഉയർത്തി പ്രശ്നമുണ്ടാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന തുരങ്കത്തിന്റെ ഉയരം 104 അടിയാണ്. 50 അടിയിൽ ടണൽ നിർമ്മിക്കണമെങ്കിൽ അണക്കെട്ടിന് സമീപത്ത് നിന്നും നിർമ്മാണം നടത്തേണ്ടി വരും. തേക്കടി തടാകം ഇതോടെ അപ്രത്യക്ഷമാകും. വനത്തിലൂടെ 10 കിലോമീറ്റർ അധികം നീളത്തിൽ ടണൽ നിർമ്മിക്കുക എന്നതും അപ്രായോഗികമാണ്. നിലവിലുള്ള ടണലിലൂടെ സെക്കൻഡിൽ 2500 ഖനയടി വെള്ളം മാത്രമാണ് തമിഴ്നാടിന് കൊണ്ടുപോകാനാകുന്നത്. ശക്തമായ മഴയുള്ളപ്പോൾ അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 50,000 ഖനയടി വരെ വെള്ളം ഒഴുകിയെത്താറുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചാൽ കേരളം സുരക്ഷിതമാകുമെന്ന വാദത്തിലും കഴമ്പില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച ശേഷമാണ് 1924 മഹാപ്രളയമുണ്ടായത്. 1961 വലിയ തോതിലുള്ള പ്രളയപ്രവാഹവും നാശവും ഉണ്ടായി. ഇടുക്കി ആർച്ച് ഡാം കമ്മീഷൻ ചെയ്ത ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രളയമായിരുന്നു 2018 ഏക പരിഹാരം പുതിയ അണക്കെട്ട് നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഒരുക്കുകയാണ്. അണക്കെട്ട് ഇല്ലാതായാൽ തേക്കടി ടൂറിസം തകരുമെന്നാണ് പലരും പറയുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടി രൂപപ്പെടുന്നത് 1895 അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായതോടെയാണ്. പടിപടിയായി തേക്കടിയിലെ ടൂറിസം വളർന്നു. 10,000-കണക്കിന് ജനങ്ങളുടെ ജീവിതോപാധിയാണ് കുമളിയിലെ ടൂറിസം. കുമളി ഓഗ്മെന്റേഷൻ വാട്ടർ സ്കീം ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് വിവിധ കുടിവെള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സഹായ ഉപകരണങ്ങൾ ഭിന്നശേഷിക്കാരുടെ കാര്യശേഷിയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുച്ചക്രവാഹന വിതരണോദ്ഘാടനം റോയ് കെ പൗലോസ് MLA നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുച്ചക്രവാഹനം, ഇലക്ട്രോണിക് വീൽചെയർ പോലുള്ള സഹായ ഉപകരണങ്ങൾ ഭിന്നശേഷിക്കാരുടെ കാര്യശേഷിയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ഇലക്ട്രോണിക് വീൽചെയറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ഈ പരിമിതികൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ, ശാരീരികമോ മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ അവരെക്കാൾ എല്ലാ കഴിവുകളും സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ നിലയിലും മുൻപോട്ട് പോകാൻ സാധ്യതയുള്ള
ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെക്കാൾ പല കാര്യങ്ങളിലും മുൻപന്തിയിലെത്തുന്നത് ശാരീരികവും മാനസികവുമായി വെല്ലുവിളികളെ നേരിടുന്ന ആളുകളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചാൽ തങ്ങളുടെ ജീവിത പരിമിതികൾ ആത്മവിശ്വാസം എന്ന ഒന്നുകൊണ്ട് മാത്രം തരണം ചെയ്യുകയും തങ്ങൾക്ക് ലഭിച്ചതായ വലിയ അനുഗ്രഹത്തെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു ജീവിത യാഥാർത്ഥ്യ ചുറ്റുപാട് ശരിക്കും പറഞ്ഞാൽ ജന്മം കൊണ്ട് ഈ വേദിയിലിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ വലിയ ഭാഗ്യവാന്മാരാണ്. ഭിന്നശേഷിക്കാരോട് സഹാനുഭൂതിയും സഹതാപവുമല്ല അവർക്ക് പ്രോത്സാഹനമാണ് നൽകേണ്ടതെന്ന് മുച്ചക്രവാഹന വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റോയി കെ പോലോസ് MLA പറഞ്ഞു. അശരണരെ പൊതുധാരയിലെത്തിക്കാൻ ഈ വർഷവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ വ്യക്തമാക്കി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 42 മുച്ചക്രവാഹനങ്ങളും 20 ഇലക്ട്രോണിക് വീൽചെയറുകളുമാണ് വിതരണം ചെയ്തത്. 60 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി സജി, ഷൈനി റെജി, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, മണിമേഖല, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ C നെൽസൺ, R ഈശ്വരൻ, ശങ്കർ കുമാർ ജി, തിലോത്തമ സോമൻ, മിനി പ്രിൻസ്, ആൻസി ജെയിംസ്, മിനി സാബു, ടോണി തോമസ്, സജി P ജോസ് അഴകത്ത്, മനോജ് കോക്കാട്ട്, PA സജി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സജീവ് PK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൊതുസ്ഥലങ്ങളിലേക്കും പൊതുതോടുകളിലേക്കും അനധികൃതമായി മലിനജലം ഒഴുക്കിവിടുന്ന പൈപ്പുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള കർശന നടപടികൾ കുമളി ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചു. പരിസര മലിനീകരണവും പകർച്ചവ്യാധി ഭീഷണിയും വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കർശന പരിശോധനയും നടപടികളും തുടങ്ങിയിരിക്കുന്നത്. കുമളി ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പൊതു ഓടകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും തുറന്നുവിട്ടിരിക്കുന്ന മലിനജല പൈപ്പുകൾ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ കണ്ടെത്തി ഉടനടി അടച്ചുപൂട്ടുകയാണ്. മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങളില്ലാത്ത ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, മറ്റു വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. നിയമലംഘനം നടത്തുന്നവരിൽ നിന്നും കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഭീമമായ തുക പിഴയായി ഈടാക്കാനും ലൈസൻസ് റദ്ദാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ ഒഴുക്കിവിടുന്നത് തടയാൻ പ്രത്യേക നൈറ്റ് സ്ക്വാഡുകളെ നിയോഗിച്ച് പരിശോധന ശക്തമാക്കി. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നിങ്ങൾക്കോ ഞങ്ങൾക്കോ വേണ്ടിയാണ് ഇത് സമൂഹത്തിന് മൊത്തമല്ല. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല അടുത്ത സംസ്ഥാനക്കാരനും ഉണ്ട് ഇതിന് പങ്കാളി. അവരും ഈ വെള്ളം ഇത് നമ്മൾ ഒഴിച്ചുവിടുന്നത് അവരും കുടിക്കുന്നത്, നമ്മളും കുടിക്കുന്ന അതാ. വീടുകളും സ്ഥാപനങ്ങളും സ്വന്തം നിലയ്ക്ക് സോക്ക് പിറ്റുകളോ സംസ്കരണ സംവിധാനങ്ങളോ നിർമ്മിച്ച് മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടപടി ശക്തമാക്കിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നിരോധിത രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 യുവാക്കൾ പിടിയിൽ. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജിനാസ് KP, കൊല്ലം കിളികൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവരാണ് പിടിയിലായത്. പ്രദേശത്ത് ലഹരി വിൽപ്പന നടക്കുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും കുടുങ്ങിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് SHO സിജോ വർഗീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജിനാസ് KP, കൊല്ലം കിളികൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവരാണ് നിരോധിത രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 5 LSD സ്റ്റാമ്പുകളും 1.93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. മണക്കാട് നിന്നും രാവിലെയാണ് പ്രതികളെ പിടികൂടിയത്. പ്രദേശത്ത് ലഹരി വിൽപ്പന നടക്കുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും കുടുങ്ങിയത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന. ഇതിനാൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തൊടുപുഴ SHO സിജോ വർഗീസ് പറഞ്ഞു. മണക്കാട് ഭാഗത്തു നിന്നാണ് ഇവർ 2 പേര് നമ്മൾ അറസ്റ്റ് ചെയ്തത്. 5 LSD സ്റ്റാമ്പുകളും 1.93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ആണ് നമ്മൾ സീസ് ചെയ്തിട്ടുള്ളത്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഓരോ സോഴ്സുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആൾക്കാരെ നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യും. ഇവർ ഒരാൾ കണ്ണൂർ സ്വദേശി, ഒരാൾ കൊല്ലം സ്വദേശി. ആ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളൊരു വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നു എന്നുള്ളൊരു സോഴ്സ് ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ പോയി ഈ 2 പേരെ കിട്ടിയത്.
അവർ പറഞ്ഞ അനുസരിച്ചിട്ട് അതൊരു LSD അവർക്ക് കിട്ടുന്നത് 1500 രൂപയ്ക്കാണ് ഒരു സ്റ്റാമ്പിന് വില എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ വില ചിലപ്പോൾ കൂടുതലുണ്ടാവും. ഹൈബ്രിഡ് കഞ്ചാവ് ഗ്രാമിന് 1300 അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവർ പാലാരിവട്ടത്ത് എറണാകുളത്ത് ഒരുമിച്ച് തമ്മിൽ പരിചയമുള്ള ആൾക്കാരാണ്. ജിനാസ് എറണാകുളത്ത് പാലാരിവട്ടത്ത് കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കണം. മറ്റേ അവിടെ ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയം. എറണാകുളം പാലാരിവട്ടത്ത് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിനിടയിലുള്ള പരിചയമാണ് ഇരുവരും തമ്മിലുള്ളത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖറാന തിരുനാൾ ആഘോഷിച്ചു. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. 3 ദിവസങ്ങളിലായി നടന്ന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും പ്രദക്ഷിണവും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോർജ് വള്ളംകുന്നേൽ, സഹവികാരി ഫാദർ എമ്മാനുവൽ വെള്ളാങ്കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ മാർ തോമസ് ലീഹായുടെ ദുഃഖറാന തിരുനാൾ ആഘോഷിച്ചു. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. 3 ദിവസങ്ങളിലായി നടന്ന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും പ്രദക്ഷിണവും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോർജ് വള്ളംകുന്നേൽ, സഹവികാരി ഫാദർ എമ്മാനുവൽ വെള്ളാംകുന്നേൽ, കൈക്കാരന്മാരായ ജിജി വാഴയിൽ, മനോജ് വഴുതലക്കാട്ട്, സിനോയ് പാറക്കാട്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ദിവസങ്ങളിൽ ഫാദർ വർഗീസ് കണ്ണാടൻ, ഫാദർ സെബാസ്റ്റ്യൻ വെള്ളാപ്പള്ളിൽ, ഫാദർ ക്ലെമന്റ് കൊടകലിൽ തുടങ്ങിയവർ വിവിധ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് കോളേജിൽ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ D മാവൂത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ഹാജി KM ഫരീദ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ സർവകലാശാല ഷിപ്പ് ടെക്നോളജി വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ CG നന്ദകുമാർ ക്ലാസ് നയിച്ചു. ഡോക്ടർ രാജേഷ് പൊന്മല എഴുതിയ ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സംഭാവനകൾ എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ D മാവൂത്ത് ഉദ്ഘാടനം ചെയ്തു. need for recognition, appreciation, acknowledgement, and all those things. He knows that. That is why he was appreciating. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ഹാജി KM ഫരീദ് അധ്യക്ഷനായി. കൊച്ചിൻ സർവകലാശാല ഷിപ്പ് ടെക്നോളജി വിഭാഗം മുൻ പ്രൊഫസറായിരുന്ന ഡോക്ടർ CG നന്ദകുമാർ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഡോക്ടർ രാജേഷ് പൊന്മല എഴുതിയ ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സംഭാവനകൾ പുസ്തക പ്രകാശനവും നിർവഹിച്ചു. SSUN ഫൗണ്ടേഷൻ ദിന സന്ദേശം കുടമാളൂർ B.Ed സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് PP പങ്കുവച്ചു. MG സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ മേഘ ജോബി, IGGIS അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ സലാം VH, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി K രാമകൃഷ്ണൻ, ആദിശങ്കര ട്രെയിനിംഗ് കോളേജ് കാലടി വൈസ് പ്രിൻസിപ്പൽ പ്രസിദ്ധ V തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നെടുങ്കണ്ടം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് മികച്ച വിത്തിനങ്ങളും വിതരണം ചെയ്തു. കർഷകർ മുഖാന്തരം വ്യത്യസ്തയിനം വിത്തനങ്ങൾ കൈമാറ്റം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. തനത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രചാരവും ലക്ഷ്യം വെക്കുന്നു. കർഷകർ കൊണ്ടുവന്ന വിവിധയിനം വിത്തനങ്ങൾ പരസ്പരം കൈമാറി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് കർഷക സഭയും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കർഷകർക്ക് മികച്ച വിത്തനങ്ങളും വിതരണം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ആദർശ് PV, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KR രാമചന്ദ്രൻ, സോണിയ മാർട്ടിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ, ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂമിൽ കാതണി ഉത്സവത്തിന് തുടക്കമായി. ജൂലൈ 3 മുതൽ 9 വരെയാണ് കാതണി ഉത്സവം നടക്കുന്നത്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. കാതണി ഉത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു.
അഴകിനും ആത്മവിശ്വാസത്തിനും പുതുമ പകരാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂമിൽ കാതണി ഉത്സവത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സ്വർണം, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയവയിൽ തീർത്ത കമ്മലുകളുടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ മുതൽ പാർട്ടി വെയർ കളക്ഷൻസ് വരെ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. കാതണി ഉത്സവത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സാബിറ ജലീൽ നിർവഹിച്ചു. ഏതൊരു വനിതയുടെയും എല്ലാവർക്കും തന്നെ താല്പര്യമുള്ളതാണല്ലോ സ്വർണ്ണാഭരണങ്ങളോട്. അപ്പോൾ നമ്മുടെ കാതിലണിയുന്ന ആഭരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും ഡയറക്ഷൻ കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പം നമ്മൾ എത്ര വിധത്തിലുള്ള കമ്മലുകൾ ഇട്ടാലും നമ്മുടെ മുഖത്തിന്റെ ശോഭ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ കമ്മലുകളായിട്ട് ഒട്ടനവധി കളക്ഷൻ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ മലബാർ ഗോൾഡ് ഏകദേശം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 18 വർഷക്കാലത്തോളമായി. അപ്പം ഒരു വ്യാപാര സ്ഥാപനത്തിൽ അതിൻ്റെ ലാഭവിഹിതം മാത്രമല്ല ഇവരിവിടെ ലക്ഷ്യമിടുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ആ മുനിസിപ്പാലിറ്റിയിൽ എപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ കൗൺസിലർമാർക്കായ ജനപ്രതിനിധികൾക്കും അതുമാതിരി സമൂഹത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഈ മലബാർ ഗോൾഡിൻ്റെ ചാരിറ്റി എല്ലാവരും തന്നെ പങ്കുവച്ചിട്ടുള്ളവരാണ്. നമ്മുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വീട് പണിയുമ്പം അവർക്ക് വീട് ആവശ്യത്തിന്, അതായത് 640 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകളിലേക്ക് ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള, നമ്മുടെ ഈ മലബാർ ഗോൾഡിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുമാതിരി തീരെ താഴെക്കടയിലുള്ള ജനങ്ങൾക്ക് ചികിത്സാ സഹായവുമായിട്ട് അത് 1000 രൂപയോളം എല്ലാ മാസവും ഓരോ കൊടുത്തു വരാറുണ്ട്. അങ്ങനെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ലോകമെമ്പാടും 455ഓളം സ്ഥാപനങ്ങളാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനം തുടർന്ന് വരുമ്പം ആ സ്ഥാപനത്തിലെ ആളുകളെ എത്താനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് പറയുമ്പം അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടുള്ള സ്റ്റാഫുകളുടെ ഇടപെടലും എല്ലാം ഇതിനൊരു കാരണമാവുന്നത്. നമ്മുടെ ജെറാൾഡ് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനം എപ്പോഴും ഞാനുൾപ്പെടുന്ന പലർക്കും തന്നെ ഒരു അനുഗ്രഹമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മലബാർ ഗോൾഡ് ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഈ സ്റ്റാഫുകളെല്ലാം തന്നെ നല്ല ഡീലിങ്സോടു കൂടിയാണ് വരുന്ന കസ്റ്റമറെ എല്ലാം വരവേൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത്തരത്തിൽ ഒരു ഈ മലബാർ ഗോൾഡ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇന്നിപ്പോൾ പുതിയ കളക്ഷനൊക്കെ ആയിട്ടുണ്ട്. എല്ലാ വർഷവും വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനുകളും എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനങ്ങളും നടത്തി വരാറുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്ന നമ്മുടെ കസ്റ്റമർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫ് ഉണ്ട്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ജൂലൈ 3 മുതൽ 9 വരെയാണ് കാതണി ഉത്സവം നടക്കുന്നത്. കാതണി ഉത്സവത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടായിരിക്കും. കാതണി ഉത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂം ഹെഡ് ജെറാൾഡ് മാനുവൽ സ്വാഗതവും ഷോറൂം ഡെപ്യൂട്ടി മാനേജർ CM ശ്രീനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭാരതത്തിന്റെ അപ്പസ്തോലൻ മാർ തോമസ് ലീഗായുടെ ദീപ്തസ്മരണ പുതുക്കി ദുഃഖ്രാന തിരുനാൾ ആചരിച്ചു. സീറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തിരുനാൾ ആചരണവും സഭാ ദിനാഘോഷവും നടത്തി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ റാസ കുർബാന നടന്നു. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ വചന സന്ദേശം നൽകി. പൊതുസമ്മേളനത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, റോജി M. ജോൺ, നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA എന്നിവരെ ആദരിച്ചു. ഭാരതത്തിന്റെ അപ്പസ്തോലൻ മാർ തോമസ് ലീഹായുടെ ദീപ്തസ്മരണ പുതുക്കി ദുഃഖ്രാന തിരുനാൾ ആചരിച്ചു. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തിരുനാളാചരണവും സഭാ ദിനാഘോഷവും നടന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തി.
തുടർന്ന് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ റാസ കുർബാന നടന്നു. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ വചന സന്ദേശം നൽകി. സത്യസന്ധമായിട്ട് നടക്കാൻ നിന്നെ ഞാൻ അഭ്യസിപ്പിച്ചു. അത് നിന്റെ ജീവനാണ്. നീ ദുഷ്ടന്റെ കൂട്ടുചേരരുത്. അവൻ എന്നും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാതെ ഉറങ്ങാൻ അവന് പറ്റുകയില്ല. മാത്രമല്ല, മറ്റുള്ളവരെ വെട്ടിവീഴ്ത്താതെ അവന് ഉറക്കം മുടങ്ങും. നീ അവൻ്റെ കൂടെ ചേരരുത്. നമുക്കൊക്കെ ഉണ്ടാകാവുന്ന പ്രലോഭനമാണ് ദുഷ്ടൻ്റെ കൂടെ ചേരാനുള്ള പ്രലോഭനം, മറ്റുള്ളവരെ വെട്ടിവീഴ്ത്താനുള്ള പ്രലോഭനം. എന്നാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇന്നത്തെ സന്ദേശം ഞാൻ കാണുന്നത് പൗലോസ്ലീഹ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. അതിനാൽ നിങ്ങൾ ഇനിമേൽ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. സ്ത്രീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. അതിൻ്റെ മൂലക്കല്ലോ ഈശോ മിശിഹായും. സഭ എന്ന് പറയുന്നത് ഈശോ മിശിഹായിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട ഭവനമാണ് എന്ന് പൗലോസ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. സ്ലീഹന്മാരാണ് അതിൻ്റെ അടിത്തറ. നമ്മൾ ആ ഭവനത്തിലെ നിവാസികളാണ്. അന്യരല്ല, പരദേശികളല്ല, സഹപൗരന്മാരാണ്, കുടുംബാംഗങ്ങളാണ്. ഈ ബോധ്യത്തോടുകൂടെ നമ്മളെല്ലാവരും ജീവിക്കാനും പ്രവർത്തിക്കാനും പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സഭ അതിമനോഹരമായിട്ടുള്ള അമ്മയായിട്ട്, ഭവനമായിട്ട് മുന്നോട്ട് പോകും. സഭ എന്ന് പറയുന്നത് മിശിഹായുടെ ഭൗതിക ശരീരമാണ്. അത് പരിശുദ്ധാത്മാവിൽ ഭവനമാണ്. അവിടെ ആരും പരദേശികളോ അന്യരോ ആയിട്ടില്ല. നാം എല്ലാവരും ഭവനത്തിൽ അംഗങ്ങളാണ്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, റോജി എം ജോൺ, നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA എന്നിവരെ ആദരിച്ചു. സഭാംഗവും കത്തോലിക്ക കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായ പ്രമുഖ പ്രവാസി വ്യവസായി ഷവലിയാർ ഡേവിസ് എടക്കളത്തൂരിനെയും ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ മീറ്റിന്റെ പതാക പ്രയാണം മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശനം, കലാപരിപാടികൾ എന്നിവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നെല്ലിക്കുഴിയിൽ 1.5 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശി ഷഖ്സാദിനെയാണ് പിടികൂടിയത്. 6 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തു. നെല്ലിക്കുഴി കവലയ്ക്ക് സമീപം നടത്തിവരുന്ന ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MPയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1.58 കിലോ കഞ്ചാവും ഏകദേശം 6 കിലോ പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തത്. ഉത്തർപ്രദേശ് സ്വദേശി ഷഖ്സാദിനെയാണ് പിടികൂടിയത്. 100 കണക്കിന് ചെറു പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ഏകദേശം 8 ഗ്രാം വീതമുള്ള ഒരു പാക്കറ്റിന് 400 രൂപയ്ക്കാണ് വിറ്റിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മാർ തോമസ് ശ്ലീഹായുടെ ദുഃഖ്റാന തിരുനാൾ ദിനത്തിൽ ചേമ്പളം സെന്റ് മേരീസ് ഇടവകയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2026-27 പ്രവർത്തന വർഷം ഉദ്ഘാടനവും അംഗത്വം നൽകലും സംഘടിപ്പിച്ചു. ദുഃഖ്റാന തിരുനാൾ ദിവ്യബലിക്ക് ശേഷം നടന്ന യോഗത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വികാരി ഫാദർ ജെയിംസ് വെൺമാന്ത്ര നിർവഹിച്ചു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമസ് ശ്ലീഹായുടെ ദുഃഖ്റാന തിരുനാൾ ദിനത്തിൽ ചേമ്പളം സെന്റ് മേരീസ് ഇടവകയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2026-27 പ്രവർത്തന വർഷ ഉദ്ഘാടനവും അംഗത്വം നൽകലും നടന്നു. ദുഃഖ്റാന തിരുനാൾ ദിവ്യബലിയെ തുടർന്ന് നടന്ന യോഗത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വികാരി ഫാദർ ജെയിംസ് വെൺമാന്തറ നിർവഹിച്ചു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവ മിഷണറിയാകുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ എക്കാലവും സഭയ്ക്ക് വിലപ്പെട്ടതാണെന്നും പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസത്തിന്റെ വഴിയിലൂടെ ക്രിസ്തുമാർഗത്തിലേക്ക് നയിച്ചുവെങ്കിൽ ആ വിശ്വാസ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനായിട്ടുള്ള ബാധ്യതയും കടമയും നമുക്കുണ്ട്. തോമസ് ലീഹയെ കുറിച്ച് ഓർക്കുമ്പോൾ സുവിശേഷത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലൊന്നും അത് തോമസ് ലീഹയെ കുറിച്ച് നമ്മൾ കാണുകയില്ല. തോമസ് ലീഹായ ശിഷ്യന്മാരോടൊപ്പം ഈശോയോടൊപ്പം ആയിരിക്കുന്ന സന്ദർഭത്തിൽ യൂദയായിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ തോമസ് ലീഹ പറയുന്നുണ്ട്,
ഈശോയെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോഴും തോമസ് ലീഹ പറയുന്നു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. മറ്റ് ശിഷ്യന്മാരൊക്കെയും അടിപിടിക്കുന്ന സാഹചര്യത്തിൽ ഈശോ മറ്റ് ശിഷ്യന്മാരോടൊപ്പം തോമസ് ലീഹ ഈശോയോട് പറയുന്നതാണ്, നമുക്കും അവരോടൊപ്പം പോയി മരിക്കാം. അവനോടൊപ്പം പോയി മരിക്കുവാനായിട്ടുള്ള ധൈര്യം തോമസ് ലീഹ അവിടെ കാണിക്കുന്നു എന്ന് നമുക്കറിയാം. ഭാരതമണ്ണിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദീപം പകർന്നു തന്ന വിശുദ്ധ തോമസ് ലീഹയുടെ ഓർമ്മദിനമായ ദുഃഖ്രാന തിരുനാളിൽ തന്നെ പ്രേക്ഷിത ചൈതന്യം നെഞ്ചിലേറ്റുന്ന മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓരോ വർഷവും തുടക്കം കുറിക്കാനാകുന്നു എന്നത് ഏറെ അനുഗ്രഹപ്രദമാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക എന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് മിഷൻ ലീഗ് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛനും കുഞ്ഞേട്ടൻ എന്നറിയപ്പെടുന്ന എബ്രഹാം പുല്ലാട്ടുകുന്നേലും ചേർന്ന് 1943 ഭരണങ്ങാനത്ത് തുടക്കം കുറിച്ച മിഷൻ ലീഗ് ഇന്ന് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമുള്ള രൂപതകളിലും പടർന്നു പന്തലിച്ച് വലിയൊരു പ്രേക്ഷിത പ്രസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്നു. മിഷൻ എന്ന ക്രൈസ്തവരുടെ അടിസ്ഥാന ദൗത്യമായ പ്രഘോഷണത്തെ സേവനമെന്ന പ്രവർത്തനത്തിലൂടെ ജീവിത സാക്ഷ്യമാക്കി ക്രിസ്തു സാക്ഷികളാക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മിഷൻ ലീഗ് പ്രവർത്തനങ്ങൾ എക്കാലവും മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സീറോ മലബാർ സഭയിലെ വിശുദ്ധരുടെയും ചെറുപുഷ്പ മിഷൻ ലീഗ് സ്ഥാപകനായ കുഞ്ഞേട്ടന്റെയും വേഷധാരികളായ കുട്ടികളോടൊപ്പം ആണ് പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇടവകയിലെ CML അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിസ്മിൻ SH, സൺഡേ സ്കൂൾ പ്രഥമാധ്യാപകൻ സോണി തണിപ്പാറ, മിഷൻ ലീഗ് പ്രൊമോട്ടർമാരായ സജി മടത്തിനാൽ, മിനി ബാബു കുച്ചുപറമ്പിൽ, സൺഡേ സ്കൂൾ അധ്യാപകരായ ജോമി തകിടിപ്പുറം, സ്നേഹ അറക്കപ്പറമ്പിൽ, മഞ്ജു തേനമാക്കൽ, ജിജി സോണി തണ്ടിപ്പാറ, ജോൺസൺ കുച്ചുപറമ്പിൽ, മിഷൻ ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് ഇവാൻ മുക്കുങ്കൽ, സെക്രട്ടറി അൽഫോൻസ മുക്കുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ദൈവത്തിന്റെ മിഷണറിയായിട്ട് കടന്നു വന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ മിഷണറിയായിട്ട് ഭാരതത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ തോമസ് ലീഹ, ആ തോമസ് ലീഹയുടെ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസുകൾ, അതുപോലെ നമ്മുടെ കുഞ്ഞേട്ടൻ മിഷൻ ലീഗിന്റെ സജീവ പ്രവർത്തനമായിട്ട് മിഷൻ ലീഗിന്റെ കേരളത്തിലെ പിറവിക്ക് ഏറ്റവും വലിയ കാരണക്കാരനായ ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴയിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് സ്റ്റാഫ് സംഘത്തിന്റെ പരിശോധനയിൽ കുന്നം ഇടിക്കെട്ടിപ്പാറ ഭാഗത്തുള്ള വാട്ടർ ടാങ്കിന് താഴെ 10 സെന്റിമീറ്ററും 20 സെന്റിമീറ്ററും ഉയരമുള്ള കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അപ്രായോഗികമായ 50 അടി ടണൽ വാദം വീണ്ടും സജീവമാക്കാൻ നീക്കം. ഇരു സംസ്ഥാനങ്ങൾക്കും ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ആശയമാണ് വിവാദങ്ങൾ സൃഷ്ടിച്ച മുല്ലപ്പെരിയാർ സമരസമിതിയിലെ ചില ഭാരവാഹികൾ ഉയർത്തുന്നത്. സഹായ ഉപകരണങ്ങൾ ഭിന്നശേഷിക്കാരുടെ കാര്യശേഷിയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസ്ഥലങ്ങളിലേക്കും പൊതുതോടുകളിലേക്കും അനധികൃതമായി മലിനജലം ഒഴുക്കിവിടുന്ന പൈപ്പുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള കർശന നടപടികൾ കുമളി ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചു. മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. നെടുങ്കണ്ടം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.